വേണമെന്നുള്ളത് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത്തവണ BJP വരും. ഇനി മാറ്റം വേണ്ടെന്നാണ് അവരിങ്ങോട്ട് ചോദിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ നമ്മുടെ തിരഞ്ഞെടുപ്പ് വാശിയേറിയ പോരാട്ടം ചൂടുപിടിച്ചുകൊണ്ട് എത്തുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു സംസ്ഥാന നേതാവിനോടൊപ്പമാണ്. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അതെ അർണിമ, നമ്മളിപ്പം ഉള്ളത് ഗിരിനഗറിലാണ്. ഗിരിനഗറില് മത്സരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒട്ടും പരിചയപ്പെടുത്തേണ്ടാത്ത ഒരു വ്യക്തിത്വമാണ്. എപ്പോഴും TV-യിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന BJP സംസ്ഥാന വക്താവായിട്ടുള്ള TP സിംഗുമോൾ. ചേച്ചി, എങ്ങനെയുണ്ട്? ഇലക്ഷന്റെ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യഘട്ട പ്രചരണം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഗിരിനഗറിൽ താമര വിരിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മാത്രമല്ല ഇവിടുത്തെ നാട്ടുകാരുൾപ്പെടെ. രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ചു, കഴിഞ്ഞ ദിവസം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് അതിന്റെ രണ്ടാം ദിവസമാണ്. അപ്പോൾ ഇപ്പൊ വീട്ടിലെത്തുമ്പോൾ സത്യത്തിലൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. വീണ്ടും വീണ്ടും അവർ ഉറപ്പ് നൽകുകയാണ് ഇത്തവണ ഒരു മാറ്റം വേണം എന്നുള്ള രീതിയിൽ. ഈ ഗിരിനഗറിലെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളോട് പറയുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിന് പോകുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? ജനങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, വികസനം എത്താത്തതിന്റെയും മറ്റും അവരനുഭവിക്കുന്ന ജീവിത ബുദ്ധിമുട്ടുകളുടെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഗിരിനഗർ എന്ന് പറയുന്നത് എല്ലാത്തരം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ഡിവിഷനാണ്. സാധാരണക്കാർ മുതൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ വരെ, സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ വരെയുള്ള ഒരു മിക്സിംഗ് കൾച്ചറുള്ള ഒരു മേഖലയാണ് ഗിരിനഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാധാരണക്കാരന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വേറിട്ട് നിൽക്കുന്നതായ അവന്റെ ജീവിത പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ എല്ലാവരും അനുഭവിക്കുന്നതായ വികസന പ്രശ്നങ്ങൾ ഒരുമിച്ച് പറയാൻ അവർക്കുണ്ട്. അത്തരം പ്രശ്നങ്ങളെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഞാനിവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾ ഇതിനിടയിൽ കടയിൽ കയറാൻ പറ്റുമോ? അതെ അതെ രണ്ടാം വട്ടം ഉറപ്പിക്കാൻ വന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ വീട്ടുകാരിയെ കണ്ടിരുന്നു. സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ശരി. ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ? ഇല്ല, എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഈ നാട്ടുകാരി തന്നെയാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ ഞാൻ മത്സരിച്ചിരുന്നു, ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. അപ്പോ ഇവിടെ ഒരു പ്രത്യേക പരിചയപ്പെടുത്തലിന്റെ ആവശ്യം സത്യത്തിലില്ല. ആൾക്കാർക്ക് അറിയാം. നാട്ടുകാരി എന്നുള്ള രീതിയിലും കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ച വ്യക്തി എന്നുള്ള രീതിയിലും ആളുകൾക്ക് പരിചിതയാണ് ഞാൻ. ടിവിയിലൊക്കെ കണ്ട് പരിചയം അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് തോന്നുന്നല്ലേ? ഉണ്ട്. അങ്ങനെയുണ്ട്. അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. സാധാരണ ചാനൽ ചർച്ചയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ. പക്ഷെ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വീടുകൾ കയറുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, അറിയാമല്ലോ, ചിലരിങ്ങനെ അത് തന്നെയാണോ ഇയാള് എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായിരിക്കും, അതുകൊണ്ടായിരിക്കും. എന്തായാലും തിരിച്ചറിയുന്നുണ്ട്. നമ്മള് കൊച്ചി കോർപ്പറേഷനിലെ ഈ LDF തുടർച്ചയായി ഭരിക്കുന്നതിനെ തുടർന്നുള്ള വലിയ വികസന മുരടിപ്പ്. കാരണം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കൊച്ചി. അവിടെ അതിന് അർഹമായ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പല സ്ഥലത്തും വേസ്റ്റ് കാര്യങ്ങൾ ഇതുമായി തുടർന്ന്, പിന്നെ തെരുവ് പെട്ടിയുടെ ശല്യമാണെങ്കിൽ അത് അതിലും വലിയ പ്രശ്നം. ഇതിനൊക്കെയുള്ള ഒരു ശാശ്വത പരിഹാരം നമ്മുടെ കയ്യിലുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോ എന്റെ വികസന പത്രികയില് എന്റെ ഡിവിഷന് വേണ്ടിയിട്ട് ഇതിനുള്ള പ്രത്യേക പാക്കേജുകളുണ്ട്. ഒപ്പം BJP ഇറക്കാൻ പോകുന്ന കൊച്ചി കോർപ്പറേഷന് വേണ്ടിയിട്ടുള്ള വികസന പത്രികയിൽ ഇതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട്, അത് വളരെ നൂതനമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, നമ്മുടെ AI സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസനം എത്തിക്കാനുള്ള കാര്യങ്ങളാണ് BJP ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, മാലിന്യ സംസ്കരണം തന്നെ കുറച്ച് കാര്യമായിട്ട് എടുക്കാൻ തുടങ്ങിയത് ബ്രഹ്മപുരം വിഷയം വന്നതിന് ശേഷമാണ്. അപ്പോ ആ ബ്രഹ്മപുരത്ത് ഏത് രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തണം എന്നുള്ളത്, അവിടെ അഗ്നിബാധ ഉണ്ടാകാത്ത രീതിയിൽ ജപ്പാൻ, ജർമ്മനി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മാലിന്യ സംസ്കരണത്തെ കുറിച്ച് BJPയുടെ വികസന പത്രികയിലുണ്ട്. അതോടൊപ്പം ഇപ്പൊ ഡിവിഷനിലേക്ക് വന്നാൽ ഞാൻ എന്റെ വികസന പത്രികയിൽ പറയുന്നത്, വേസ്റ്റ് നീക്കം ചെയ്യുന്നത് 3 തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾക്ക് നീക്കം ചെയ്യേണ്ടി വരും. ഒന്ന് അപകടകരമായ വേസ്റ്റുകളുണ്ട്, ജൈവ മാലിന്യമുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാക്കുക എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ ദൗത്യമായിട്ട് ഞാൻ എടുക്കും. ഈ 3 രീതിയിലും വേർതിരിച്ച് വേസ്റ്റ് നമ്മൾ നീക്കം ചെയ്യും. മാത്രമല്ല
GPS സംവിധാനം ഉപയോഗിച്ച് ഓരോ വീടുകളിലും വേസ്റ്റ് നീക്കുന്നതിനുള്ള സംവിധാനം, ഓരോ വീട്ടിൽ നിന്നും വേസ്റ്റ് സംഭരിക്കുന്നതിനുള്ള സംവിധാനം, അവരെ അലേർട്ട് ആക്കുന്ന സംവിധാനം, അവർക്ക് നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇന്ന പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ വേറെ പ്രശ്നമുണ്ട് എന്ന് പറയുന്ന അലേർട്ട് ആക്കുന്ന പുതിയ AI ടെക്നോളജി ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പത്രികയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. LDFനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ഭരണവിരുദ്ധ വികാരം നല്ലോണം അലയടിക്കുന്നുണ്ട്. BJP ഇപ്രാവശ്യം ഉയർത്തിപ്പിടിക്കുന്നത് വികസിത കേരളം എന്നൊരു മാതൃകയാണ്. അതിപ്പോ നമ്മുടെ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കും? അല്ല, വികസിത കേരളം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് മാറാത്തതിന് മാറണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് തന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ജനങ്ങൾ പറയുന്നത് ആ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അതെ, ഇനി മാറ്റം വേണ്ടെന്നാണ് അവരിങ്ങോട്ട് ചോദിക്കുന്നത്. ഈ ഗിരിനഗറിനെ സംബന്ധിച്ച് ഇവിടെ സത്യത്തില് ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനത്തെ വേർതിരിവൊന്നും ഇല്ലാത്ത ഒരു ഡിവിഷനാണ്. അതുമല്ല, ഏതാണ്ട് ഒരേ പെർസെൻറ്റേജിൽ ഇവിടെ ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും ഒരേ പെർസെൻറ്റേജിലുള്ള ഒരു ഡിവിഷനാണ്. ഇപ്പൊ ഇതുവരെ കാണാത്ത ഒരു കാര്യം, സന്തോഷകരമായ ഒരു കാര്യം, ഞാൻ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരൊരു വലിയ അക്സെപ്റ്റൻസ്, സ്വാഗതം എന്ന് പറഞ്ഞാൽ സാധാരണ വോട്ട് ചോദിച്ചു ചെയ്യുന്ന പോലെയല്ല, നമ്മൾ വീട്ടിലേക്ക് കയറ്റിയിരുത്തുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഈ പറഞ്ഞ മുദ്രാവാക്യം ഇത് നമ്മൾ പല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചെല്ലുന്ന സമയത്ത്, മുമ്പ് ചില ന്യൂനപക്ഷങ്ങളുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഈ കാവ്യ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രയത്തെ കണ്ട ഒരു ഫീലായിരുന്നു. പക്ഷെ ഇപ്പം ഇരിക്കൂ, നിങ്ങൾ പറയുന്ന കൂടെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിലേക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവര് ആഗ്രഹിക്കുന്ന വികസനമൊന്നും അവർ കണ്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അവരെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞു. അവരത് നമ്മളോട് പറയുകയാണ്. അപ്പൊ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാണ്, അവരുടെ ഒരു കൂടപ്പിറപ്പായി, അവരുടെ ഒരു സഹോദരിയായി, അവരുടെ വീട്ടിലെ അംഗത്തെ പോലെ നമ്മളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇതൊരു വലിയ മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തില് മൊത്തം കാര്യങ്ങള് ഇങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ചിന്താഗതികൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. സത്യത്തില് വീടുകളിലേക്ക് കിടക്കാം. ചേച്ചി, നമ്മള് സംസാരിച്ചു വന്നതേ ഈ കൊച്ചി കോർപ്പറേഷനിലെ BJPയുടെ മൊത്തത്തിലുള്ള അനുഭവത്തിലുള്ള മാറ്റം അതിനെ കുറിച്ചാണ്. അതെ, ഇങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു തുടങ്ങിയ വീടുകളിൽ കയറി. അതായത് ഒരു കാലം വരെ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരുന്നത് BJP എന്തോ വലിയ പ്രശ്നമുള്ള പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾക്ക് മനസ്സിലായി അതല്ല. ജനങ്ങൾക്കൊരു യഥാർത്ഥ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിയെത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് BJPയുടെ പ്രവർത്തകരാണ്, BJPയുടെ നേതാക്കന്മാരാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അത് എല്ലാ തരത്തിലുള്ളവരും, ഈ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു കിംവദന്തി, ഭയപ്പെടുത്തല്, അവർക്കും മനസ്സിലായി കഴിഞ്ഞു. സത്യത്തില് മാറ്റം വരണമെങ്കിൽ BJP വേണം, BJPയുടെ ആളുകൾ അങ്ങനെ ഒരു മനോഭാവമുള്ളവരല്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അത് കുറച്ച് കാലമായി മനസ്സിലാക്കിയിട്ട് അതിന്റെ എല്ലാ പ്രതിഫലനവും കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടാവുന്നുണ്ട്. വികസനം വേണമെന്നുള്ളത് ജനങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത്തവണ BJP വരും. വീണ്ടും നമ്മൾ അടുത്തൊരു വീട്ടിലേക്ക് എത്തുന്നു. ഞാൻ വന്നിരുന്നു കാണാൻ. ചേച്ചി നമ്മുടെ ABVPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ സ്ത്രീകളെ ഈ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തി. അപ്പൊ ഈ ഒരു വാർഡില്, ഈ ഒരു നമ്മുടെ കൊച്ചി നഗരസഭയിൽ BJPയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിൽ, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുന്നതിൽ എങ്ങനെയുണ്ട് ഇപ്പോ അവസ്ഥ? വളരെ വലിയ രീതിയിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഞാൻ മത്സരിക്കുന്നത് ജനറൽ സീറ്റിലാണ്. ഇവിടെ വനിതാ സംവരണ സീറ്റുകൾ കൂടാതെ സ്ത്രീകൾക്ക് ജനറൽ സീറ്റ്, ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന പനമ്പള്ളി നഗറിലെ പത്മജ മേനോൻ, അവർ ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നത്. ഇതുപോലെ സ്ത്രീകൾക്ക് കൂടുതൽ, അതായത് നാരിത്വ നാരായണി, മോദിജി പറഞ്ഞ ആപ്തവാക്യം അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പാർട്ടി ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ കൈപിടിച്ച് സ്ത്രീകളെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ജയചേച്ചിയൊക്കെ പാർട്ടിയിലേക്ക് വളരെ സജീവമായിട്ട് വന്ന ആളാണ്. സ്മിത, രാജേച്ചി, ഇവരൊക്കെ വളരെ ആക്റ്റീവായിട്ട്, സ്ത്രീകൾ ഇത്രത്തോളം രാവിലെ തന്നെ ഇറങ്ങുന്നത് തന്നെ വളരെ രാവിലെ ഇവര് ഫുൾ ടൈം ഉണ്ടാവും എന്നുള്ളതാണ്. എന്നേക്കാൾ കൂടുതൽ ഇവർ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സത്യത്തില്
എന്റെ വിജയമല്ല. ഇവിടെ BJP വിജയിച്ചാൽ ഇത് ഇവരുടെ വിജയമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ അല്ല. എന്തായാലും ഗിരിനഗർ ഡിവിഷനിൽ ഒട്ടേറെ പ്രവർത്തകരുണ്ട്. ഒന്ന് നമുക്ക് ക്യാമറ പാൻ ചെയ്താൽ കാണാം. രാവിലെ ഞങ്ങൾ 8 മണിക്ക് ഇവിടെ വരുന്ന സമയത്ത് എങ്ങനെ പോയാലും ഒരു 10-25 പ്രവർത്തകർ തന്നെ ഒരു മെഗാ ക്യാമ്പയിൻ അല്ലേ ചേച്ചി? മെഗാ ക്യാമ്പയിൻ ആ രീതിയിലാണ്. ഏകദേശം ഒരു 7500 വോട്ടർമാരുണ്ടാവും അല്ലെ? 2000-2500 വീടുകൾ. അത്രയും വീടുകളിൽ ഒരു റൗണ്ട് പൂർത്തീകരിച്ച് രണ്ടാമത്തെ റൗണ്ട് പകുതിയോളം ആയി എന്നതിലാണ് ഇപ്പോഴുള്ള പ്രചരണത്തിന് മുന്നോട്ട് പോക്ക്. എന്തായാലും വലിയ രീതിയിൽ തന്നെ BJP കൊച്ചി കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രചരണമായി അല്ലെങ്കിൽ വലിയൊരു പരിപാടികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ, കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കൊച്ചി കോർപ്പറേഷനിലേക്ക് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ വിലയിരുത്തുക അല്ലെങ്കിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്നും ടീം ഫസ്റ്റ് റിപ്പോർട്ട്.